മറ്റാരും ചെയ്യാത്തത് ചെയ്യാൻ വീറും വാശിയോടെയും പരിശ്രമിക്കും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു. ഇയാളെന്താ ചെയ്യാൻ പോകുന്നത് എന്ന പതിവ് വൈരാഗ്യ കമന്റുകളും വന്നു. കാണാമല്ലോ എന്ന മട്ടിൽ. അതെ, സുരേഷ് ഗോപിക്ക് മറ്റാർക്കും ചെയ്യാനാകാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 18 വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയത്തിന്റെ ലാഞ്ചന തെല്ലുമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ ലീന ജസ്മസ്. അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടുന്നു. മറ്റേതൊരു രാഷ്ട്രീയക്കാരനും അപ്പുറം ചെയ്യാൻ ഉറച്ചുവെച്ച എത്രയോ കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എന്നാണ് ലീൻ ബി ജസ്മസിന്റെ കുറിപ്പിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. ഇതൊരു രാഷ്ട്രീയ കുറിപ്പല്ല. തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ ഇത്തരം ഒരു കുറിപ്പ് രാഷ്ട്രീയമായി വായിക്കപ്പെടും എന്നതിനാൽ ഇതുവരെ മാറ്റിവെച്ചിരുന്ന എഴുത്താണ്. എന്നാൽ 30ലേറെ കൊല്ലമായി അടുത്തറിയാവുന്ന ഒരാളിനെ കുറിച്ച് എഴുതപ്പെടാതിരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നതിനാൽ എഴുതിപ്പോകുന്ന കുറിപ്പ് സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. AK ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയുടെ അവസാന കാലം, സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വലിയ പരസ്യങ്ങൾ പത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്ന കാലം. അത്തരത്തിലൊരു പരസ്യത്തെ NTV അണിയറയിലൂടെ ഏറ്റെടുത്തു. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തു പോകുന്ന ഒരു വാർത്താധിഷ്ഠിത പരിപാടിയായിരുന്നു അണിയറ. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ അണിയറ എന്ന പരിപാടി അന്ന് സൂര്യ TVയിൽ കണ്ടിട്ടുള്ളവർക്ക് ലീൻ ബി ജസ്മസ് എന്ന പേര് വളരെയധികം സുപരിചിതമായിരിക്കും. ഒരു സ്ത്രീയുടെ ചിത്രം നൽകി അതിനൊപ്പം ഞങ്ങൾക്ക് വീടുണ്ട്, വീട്ടിലേക്ക് വഴിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, സർക്കാരിന് നന്ദി എന്ന തരത്തിലായിരുന്നു പരസ്യം. കേരളത്തിലെ ഈ ഭാഗ്യവതിയായ സ്ത്രീ ആരാണ് എന്ന ചോദ്യമുയർത്തി അണിയറ ഒരു പ്രൊമോ വീഡിയോ നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തു. പരസ്യത്തിലെ സ്ത്രീയെ കണ്ടെത്താൻ പ്രേക്ഷക സഹായം തേടിയായിരുന്നു ഇത്. NTV ട്രിവാൻഡ്രം 1 എന്ന മേൽവിലാസത്തിലേക്ക് വന്ന കത്തുകളിൽ ഒന്നിൽ ആ ഫോട്ടോയിലെ സ്ത്രീയുടെ വിലാസം ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കലിലേക്ക് NTV റിപ്പോർട്ടർ ഉണ്ണികൃഷ്ണനെ അയച്ചു. സൂസി, അതായിരുന്നു ആ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലെ സ്ത്രീയുടെ പേര്. വീട് എന്ന് പറയാൻ പേരിനൊരു ചായ്പ. സ്ഥിരം തൊഴിലില്ലാത്ത ഭർത്താവ്, 3 പെൺമക്കൾ. തന്റെ ചിത്രം സർക്കാർ പരസ്യത്തിൽ വന്നതുപോലും സൂസി അറിഞ്ഞിട്ടില്ല. മുൻപ് എപ്പോഴോ ഗ്രാമത്തിലെത്തിയ ഒരു സായിപ്പ് തന്റെ ഫോട്ടോ പിടിച്ചിട്ടുണ്ട് എന്നൊരു ഓർമ്മ സൂസിക്കുണ്ട്. അണിയറ ഈ കഥ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു. സർക്കാർ പരസ്യങ്ങളിലെ കാപട്യം തുറന്നുകാട്ടി. അണിയറ സംപ്രേഷണം ചെയ്ത ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കരുനാഗപ്പള്ളിയിലെ എൻ്റെ വീട്ടിലായിരുന്നു. രാത്രിയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ എത്തി. നാട്ടിൽ മൊബൈൽ റേഞ്ച് കുറവായതിനാൽ എന്നെ കിട്ടാതെ വന്നപ്പോൾ ഓഫീസിൽ വിളിച്ച് ലാൻഡ് ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സുരേഷ് ഗോപിയായിരുന്നു. അണിയറ കണ്ടു കഴിഞ്ഞതിൻ്റെ മുഴുവൻ ആധിയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു. ലീൻ, 3 പെൺകുട്ടികളാണവിടെ, അവർക്കൊരു അടച്ച കുളിമുറി പോലും ഇല്ലല്ലോ. വേദന കലർന്ന രോഷം പങ്കുവച്ചതിനൊപ്പം തന്റെ തീരുമാനം അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. ആ വീട്ടിൽ കക്കൂസും കുളിമുറിയും ഞാൻ പണിയിക്കും. അവരുടെ വിലാസം കൈമാറുക എന്നതൊഴിച്ച് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. പിന്നെ ഹാബിറ്റാറ്റിനെ സമീപിച്ചതും ആ വീടിനും അവിടുത്തെ പെൺകുഞ്ഞുങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കിയതും ഒരു ദൗത്യം പോലെ അദ്ദേഹം പൂർത്തീകരിച്ചതറിഞ്ഞു. ഏതാണ്ട് 18 കൊല്ലം മുൻപ് ഇത് നടക്കുമ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി NTVക്കൊപ്പം തെരുവിലിറങ്ങി ശബ്ദമുയർത്തുമ്പോഴും സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേതൊരു രാഷ്ട്രീയക്കാരനും അപ്പുറം ചെയ്യാൻ ഉറച്ചുവെച്ച് എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. രാഷ്ട്രീയം പറയാത്ത, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത കാലത്ത് സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും അടുത്തു നിന്നറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ എന്നും അദ്ദേഹത്തെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഏതു പുതിയ പദവിയും രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപിയുടെ സേവന താൽപ്പര്യങ്ങൾക്ക് കരുത്ത് നൽകുന്നതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് നേടിക്കൊടുത്തതിനുള്ള അംഗീകാരമായാണ് സുരേഷ് ഗോപിക്ക് തുടക്കത്തിലെ മന്ത്രിപദം നൽകുന്നത്. സിനിമകൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നതിനാൽ ഒഴിവാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എങ്കിലും പാർട്ടി നേതൃത്വം അംഗീകരിച്ചില്ല. അതേസമയം പ്രമുഖ സഖ്യകക്ഷികളായ TDPയും JDUവും വിലപേശൽ തുടരുകയാണ്. ഞായറാഴ്ച ഇരു പാർട്ടികളിലെയും ഒന്നിലധികം നേതാക്കൾ വീതം സത്യപ്രതിജ്ഞ ചെയ്തേക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ട് NDA നേതാക്കൾ BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.